അതിൽ 2 തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചു. പക്ഷെ ചാത്തന്നൂരിന്റെ ഒരു സമഗ്രമായ വികസനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു സ്വപ്നമായി അവശേഷിക്കുന്ന കാലമാണ് ഇപ്പോൾ. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പൊതുസമൂഹത്തോട് കഴിഞ്ഞ 15 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ അഴിമതിയെക്കുറിച്ച്, സ്വജനപക്ഷപാതങ്ങളെക്കുറിച്ച്, വികസനമില്ലായ്മയെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് പറയുവാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. നമുക്ക് ചാത്തന്നൂർ സംബന്ധിച്ച് ഏറെ കെട്ടിഘോഷിച്ച ചാത്തന്നൂർ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചാത്തന്നൂർ കേന്ദ്രമാക്കി താലൂക്ക് വേണം എന്നുള്ളത് പതിറ്റാണ്ടുകളായി ചാത്തന്നൂരിലെ ജനങ്ങളുടെ ആവശ്യമാണ്. LDF പ്രകടന പത്രികയെ പോലും മാറി മാറി അവർ ഈ ആവശ്യം അവർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അതുമായി സംസ്ഥാന സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞില്ല. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, എല്ലാ വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ESI കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ വിസ്തൃതിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി സംസ്ഥാന സർക്കാരിന് കൈമാറി. അപ്പൊ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലം ജില്ലാ മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് അപ്പുറം, ഒരുപക്ഷെ ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിന് അപ്പുറത്തേക്ക് പോകാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്ന കേന്ദ്രമായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മാറും. അപ്പൊ നമുക്ക് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടി അത് CPM നേതൃത്വം കൊടുക്കുന്ന സഹകരണ ആശുപത്രി ആയാലും CPI നേതൃത്വം കൊടുക്കുന്ന അഷ്ടമുടി സഹകരണ ആശുപത്രി ആയാലും മറ്റ് സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഇവിടുത്തെ ജനപ്രതിനിധികളും ഇടതുപക്ഷ ഗവൺമെന്റും അവിടെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ, ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് ഒരുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ടതാണ് നെടുങ്ങോലം താലൂക്ക് ആശുപത്രി. അവിടുത്തെയും അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം. പക്ഷെ ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതെ, അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാതെ, നമുക്കറിയാം സാധാരണക്കാരന്റെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രി. വലിയ പൈസ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുവാൻ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് മാർഗമില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ പോയി ചികിത്സ തേടുക എന്നുള്ള ചാത്തന്നൂരിലെ ജനങ്ങളുടെ സ്വപ്നമാണ് തകർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഒരു ചെറിയ അസുഖത്തിന് അപ്പുറത്തേക്ക് വന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ ആശുപത്രികളെയോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളെയും ആശ്രയിക്കേണ്ട ഗതികളിലേക്ക് ചാത്തന്നൂരിലെ ജനങ്ങളെ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെയാണ് നമുക്ക് ചാത്തന്നൂരിന്റെ ഒരു സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതകളുള്ള പ്രദേശം. മനോഹരമായ കടൽ തീരങ്ങളും കായൽ തീരങ്ങളും ചേർന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള ഭൂപ്രദേശങ്ങൾ അപൂർവമാണ്. അപ്പോ നമുക്കറിയാം, കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് തന്നെ ഒരു കേന്ദ്ര ടൂറിസം മന്ത്രിയുണ്ട്. അപ്പൊ അദ്ദേഹം പല ഘട്ടത്തിലും അദ്ദേഹം നേരിട്ടും അല്ലെങ്കിൽ മീഡിയയിലും ഒക്കെ അദ്ദേഹം പറയാറുണ്ട്, കൊല്ലത്തിന് വേണ്ടുന്ന ടൂറിസം പദ്ധതികളെ സംബന്ധിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി തന്നാൽ, അപ്പൊ അദ്ദേഹം അഷ്ടമുടിക്കായലിന് വേണ്ടിയിട്ട് 57 കോടി രൂപയാണ് ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി അനുവദിച്ചത്. അപ്പൊ അത് കൊല്ലം ജില്ലയിലെ വ്യത്യസ്തമായ മേഖലകൾ, അത് പരവൂരാകട്ടെ, ചാത്തന്നൂരാകട്ടെ, കായൽ തീരങ്ങളാകട്ടെ, കടൽ തീരങ്ങളാകട്ടെ, ചാത്തന്നൂർ ഒരു വികസന കുതിപ്പിന് ആക്കം കൂട്ടാൻ കഴിയുന്ന നിലയിലേക്ക് ടൂറിസം മേഖലയെ വളർത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷെ സ്വാഭാവികമായും അത് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിമാരും പറയുമ്പോൾ അവർക്ക് അതിനനുസൃതമായ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിനെ കൊണ്ടും ടൂറിസം വകുപ്പിനെ കൊണ്ടും ഈ കാര്യങ്ങൾ നടത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട ജനപ്രതിനിധിയാണ്, പരാജയപ്പെട്ട ഭരണസമിതിയാണ് ഈ മേഖലയിലുള്ളത്. അതോടൊപ്പം നമ്മൾ നോക്കുന്ന സമയത്താണ് ചാത്തന്നൂരിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് KSRTC ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കാലഘട്ടം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം.
ആ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ തരം താഴ്ത്തി, ഡിപ്പോ എന്നുള്ള നിലയിൽ അത് തരം താഴ്ത്തി അവിടെ ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകൾ വരാൻ വയ്യാത്ത സാഹചര്യം. അപ്പൊ ആ KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് അവിടെ ചുറ്റളവിൽ നല്ല ഭൂപ്രദേശമുണ്ട് സർക്കാരിന്റെ അതിന് അവിടെ നിരവധി കാര്യങ്ങൾ KSRTCയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന പ്രദേശത്ത് ഈ ജനപ്രതിനിധികളുടെ അനാസ്ഥ കൊണ്ട് മാത്രം അത് ഇപ്പോഴും സാധാരണക്കാരന് കാര്യമായി പ്രയോജനപ്പെടുത്തുവാൻ അവിടെ പോയി നിന്നാൽ ദീർഘദൂര സർവീസുകൾ അടക്കമുള്ളവ ഈ ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന സംഖ്യ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് രൂപീകരിച്ചത്. എത്രയോ കാലങ്ങളായി ചാത്തന്നൂരിലെ ജനങ്ങളുടെ ആവശ്യമാണ് പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റ് തിരുമുക്കിൽ നിന്ന് ചാത്തന്നൂരിലേക്ക് വരണമെന്നുള്ളത്. നിരവധി സമര പോരാട്ടങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് അനുബന്ധ സംഘടനകളും അടക്കം നടത്തിയപ്പോഴും ജനപ്രതികൾ മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടുള്ള ജനപ്രതിയും ഈ സംസ്ഥാന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആ കാര്യത്തിൽ മുഖം തിരിച്ചു. നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടകരമായ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് സ്കൂളിലെ കുട്ടികൾ ചാത്തന്നൂരിൽ വന്ന് ചാത്തന്നൂരിലാണ് പ്രധാനപ്പെട്ട സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ നെടുങ്ങോലവും പരവൂരും ഒക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ കൊട്ടിയത്തും ഒക്കെ പോകണമെങ്കിൽ ഈ പൊരു വെയിലത്ത് ചാത്തന്നൂരിൽ നിന്ന് നടന്ന് തിരുമുക്കിലേക്ക് പോയി അല്ലെങ്കിൽ തിരുമുക്കിൽ വന്ന് ബസ് ഇറങ്ങി ചാത്തന്നൂരിലേക്ക് നടന്ന ആ കുഞ്ഞുങ്ങളുടെ നടന്നു വരുന്ന ആ രൂപം നമ്മുടെയൊക്കെ മനസ്സിൽ ഏറെ വേദന ഉണ്ടാകും. എന്തുകൊണ്ട് ഈ ജനപ്രതിനിധികൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല? ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസിന്റെ പെർമിറ്റ് പോലും സംസ്ഥാന ഗതാഗത വകുപ്പ് LDFന്റെ നിയന്ത്രണത്തിലാണ്. ആ ഗതാഗത വകുപ്പിനെ കൊണ്ട് അവിടെ വരുന്ന ബസ്സുകൾ തിരുമുക്ക് വരെ വരുന്നുണ്ട്. ആ ബസ്സുകൾ എന്തുകൊണ്ട് ചാത്തന്നൂരിൽ വന്നു പോകുന്നില്ല? അല്ലെങ്കിൽ ചാത്തന്നൂരിൽ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചപ്പോ എന്തിനാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്? ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്താ പറയുന്നത്, ഇരുകാലുകളുടെയും അല്ലെങ്കിൽ പട്ടികളുടെയും മറ്റ് ശുദ്ധജീവികളുടെയും കേന്ദ്രമായി ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാറും. ഇങ്ങനെ വരാനല്ല എങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇത്രയും രൂപ നമുക്ക് ചെലവഴിച്ചത്? പിന്നെ തന്നെ കൊല്ലം ചാത്തന്നൂരിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ട ഒരു പ്രദേശമായിരുന്നു സ്പിന്നിംഗ് മിൽ. സ്പിന്നിംഗ് മില്ലിന്റെ ചരിത്രവും നമുക്കറിയാം. 550 പരം തൊഴിലാളികള് പണിയെടുത്തിരുന്ന തൊഴിൽശാല. അപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹായം അവിടെ കിട്ടി. NDCയുടെ നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ സഹായത്തോടു കൂടി 90 കോടി രൂപ സ്പിന്നിംഗ് മില്ലിന്റെ നവീകരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തു. ആ കൊടുത്ത പൈസ കാര്യമായി ഉപയോഗിക്കുമ്പോൾ ആ സ്പിന്നിംഗ് മില്ലിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഒരുപക്ഷെ ആ സ്പിന്നിംഗ് മില്ലിന് നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ അക്കാദമി നിങ്ങളടക്കം പ്രതിഭടനൊക്കെ ഇരിപ്പുണ്ട്. പ്രതിഭടന അടക്കം ഞാനും അടക്കം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അതിന്റെ കല്ലിടിയിൽ കർമ്മം ചാത്തന്നൂരിൽ നടത്തിയതാണ് കൺസ്ട്രക്ഷൻ അക്കാദമി. ഇവിടുത്തെ ജനപ്രതിനിധിയുടെ